أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل واتبع ما يوحى إليك واصبر حتى يحكم الله وهو خير الحاكمين. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സഹോദരന്മാരെ, എന്തിനാണ് ഇത്തരമൊരു വേദിയെന്ന് സ്വാഗത ഭാഷകന്റെ സംസാരത്തിൽ നിന്ന് നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ആമുഖമില്ലാതെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സംഗമം ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മോഡറേറ്ററുടെ സംസാരം ശേഷമുള്ള സമയത്തേക്ക് തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാന്യനായ എം മുഹമ്മദ് മദനി അവറുകളെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യ മോഡറേറ്റർ, പ്രിയ സ്നേഹിതൻ ഫൈസൽ മുസ്ലിയാർ അവറുകളെ, ഈ സ്റ്റേജിൽ അണിനിരന്നിട്ടുള്ള ബഹുമാന്യന്മാരായ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാരെ, ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അവൻ്റെ കലിമ ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് സത്യത്തിൽ ഇത്തരമൊരു പരിപാടി ആവിഷ്കരിക്കുന്നതിൻ്റെ പിന്നിലും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം.
മുസ്ലിം സമൂഹത്തിന്റെ ദയനീയമായ അവസ്ഥയിൽ അങ്ങേയറ്റം വേദനിച്ച സമൂഹത്തിലെ പ്രഗത്ഭരായ പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കിയ ഒറ്റപ്പെട്ട വ്യക്തികളായ പണ്ഡിതന്മാരും ഉമറാക്കളും അവരുടെ സ്വന്തം കഴിവിലും അധ്വാനത്തിലും ഈ നാട്ടിൽ ഒരു നൂറ്റാണ്ട് കാലമായി നിരന്തരമായി പ്രവർത്തിക്കുകയായിരുന്നു. അതിലാദ്യമായി ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ട, അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സംഘടന, അതാണ് സത്യത്തിൽ കേരള ജമിയത്തുൽ ഉലമ. 87-88 വർഷം ജമിയത്തുൽ ഉലമ രൂപീകരിച്ചതിന് ശേഷമായി തൻ്റെ ആദ്യകാല അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അല്പം നർമ്മരസത്തോടുകൂടി ഈ മൊയ്ദ് മൗലവി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യത്തെ അവസരങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കൊച്ചു പുസ്തകം എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്ന 2 ഉദാഹരണങ്ങൾ ഞാൻ വാക്കുകളിൽ നിങ്ങളെ ശ്രദ്ധിക്കപ്പെട്ടു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത്, നേരത്തെ ഇവിടെ കേട്ടതുപോലെ എല്ലാ നിലയിലും തളർന്നുപോയ ഒരു സമൂഹം മുസ്ലിമീങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അങ്ങനെ തന്നെ. ചികിത്സ പോലും അവർ സ്വീകരിച്ചിരുന്നില്ല. ആ കൂട്ടത്തിൽ പെണ്ണുങ്ങളുടെ അനുഭവം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, സ്ത്രീകള് ഭർത്താവിന്റെ പേര് അവളുടെ വായ കൊണ്ട് പറഞ്ഞു പോയാൽ തലാഖായി, വിവാഹമോചിതയായി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം. ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ പണിയൊന്നുമില്ലാതെ അവശനായി തെണ്ടി നടന്ന് അവസാനം ഒരു ടിക്കറ്റ് എടുക്കാത്ത വണ്ടിയിലേക്ക് മദ്രാസിലേക്ക് പോയി. 9 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഭാര്യയ്ക്ക് തപാലിലൂടെ പോസ്റ്റ് ഓഫീസ് വഴിയായി മണി ഓർഡർ അയച്ചു. കാശുമായി തപാൽ ശിപായി ഈ വീട്ടുകാരിയെ സമീപിച്ചു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും കാശ് അയക്കാനുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട്. ആരാ? എൻ്റെ കെട്ടിയോൻ. അപ്പൊ ഉടനെ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന്റെ പേര്? പുതിയാപ്പിള തന്നെ എന്ന് അവർ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും അവർ പറയും, കെട്ടിയോന്. പല ആവർത്തി ഇത് ചോദിച്ചപ്പോഴൊക്കെ അവരുടെ മറുപടി പേര് പറയാതെ ആയപ്പോൾ ഈ പോസ്റ്റ്മാന് അദ്ദേഹത്തിന്റെ ആ വളഞ്ഞ കൊടിയെടുത്ത്, എന്നാ ഞാൻ ഈ പണം മടക്കി അയക്കുകയാണ്, എനിക്ക് വ്യക്തമായി രേഖ കിട്ടാതെ കാശ് തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പുറപ്പെട്ടപ്പോൾ ഈ സ്ത്രീ ഒന്ന് ആലോചിച്ച് നിന്നിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്. കാശ് കിട്ടാതിരുന്ന വിഷമം അവർക്ക് നല്ല പോലെ അറിയാം. അവർ പറഞ്ഞു, 50 കൂട്ടിയിട്ട് അതിന്മേൽ ദീന് ചേർത്തിയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ഈ പെണ്ണുങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ പറഞ്ഞത്. എന്റെ ഭർത്താവിന്റെ പേര് നൂറുദ്ദീൻ എന്നാണ് എന്ന് പറഞ്ഞാൽ മുതല്ലഖത്തായി എന്ന് വിശ്വസിക്കുന്ന ഉമ്മത്ത് ജീവിച്ചൊരു കാലഘട്ടത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആരംഭം. പരിശുദ്ധ ഖുർആനിലേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കുമുള്ള പ്രബോധനവുമായി ഇസ്ലാഹി നേതാക്കൾ രംഗത്തിറങ്ങിയത്. മൊയ്ദ് മൗലവി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അനുസ്മരിക്കുക. പണ്ഡിതന്മാരോ അദ്ദേഹം പറയാണ്, ഞാൻ വടകര പള്ളിയിൽ ജുമയ്ക്ക് ശേഷം ഒരു ദിവസം വയത് പറഞ്ഞു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റിയും സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയും കോൺഗ്രസിനെ പറ്റിയുമായിരുന്നു വയത്. 1.5 മണിക്കൂർ പ്രസംഗത്തിനിടയിൽ ഞാൻ 3 പ്രാവശ്യം മഹാനായ ഗാന്ധിയുടെ പേര് ഉച്ചരിച്ചു പോയി. പ്രസംഗം കഴിഞ്ഞ് പടിഞ്ഞാറ് ചെരുവിൽ വിശ്രമിക്കുമ്പോൾ പള്ളിയിലെ ഇമാമും ഖത്തീബുമായ മൗലിയാര് എന്റെ അടുക്കൽ വന്ന് കൈത്തലം പിടിച്ചുകൊണ്ട് പറഞ്ഞു, മൊയ്തോ നിന്റെ പയക്കം നമുക്ക് വല്ലാതെ പിടിച്ചു മൊയ്തോ. പക്ഷേങ്കില് പള്ളിയുടെ മിമ്പറിന്റെ കാല് പിടിച്ചുകൊണ്ട് കാഫിറിന്റെ പേര് പറഞ്ഞത് നമ്മള് പൊറുക്കൂല മൊയ്തോ എന്ന് പറഞ്ഞത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പള്ളിയുടെ മിഹ്റാബിന്റെ കാല് പിടിച്ച് മഹാനായ ഗാന്ധിയുടെ പേര് മൊയ്ദ് മൗലവി ഉച്ചരിച്ചത് കുറ്റമായി. അദ്ദേഹം അതിനൊരു മറുപടിയും പറഞ്ഞില്ല. അങ്ങനെ പള്ളിയിൽ കൂടി മഗ്‌രിബിന് ബാങ്ക് കൊടുത്തു. മൂലേരി ഇമാമത്ത് നിന്ന് 1ാമത്തെ റക്അത്തിൽ അദ്ദേഹം ഓതിയത് സൂറത്തുൽ മസദ്, 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. നമസ്കാരം കഴിഞ്ഞ് ഇതുപോലെ വന്നിരിക്കുമ്പോൾ മൊയ്ദ് മൗലവി അദ്ദേഹത്തോട് ആദരപൂർവ്വം പറഞ്ഞു, മൗലവിയാരെ, ഞാന് പ്രസംഗത്തില് മിമ്പറിന്റെ കാല് പിടിച്ച് കാഫിറിന്റെ പേരെ പറഞ്ഞുള്ളൂ. നിങ്ങൾ നമസ്കാരത്തിൽ കൊടിയ കാഫിറിന്റെ പേര് പറഞ്ഞത് അള്ളാഹ് പൊറുക്കോ മൂല്യാരെ? നമസ്കാരം ചെയ്യാണ്ട് നിങ്ങൾ പറഞ്ഞ കണക്ക് പ്രകാരം എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് രസത്തിലല്ല, നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാരുടെയും
സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന പ്രവർത്തനമായിരുന്നു ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാഹി നേതാക്കൾ ചെയ്തിരുന്നത്. നാം ഏറെ സന്തോഷിക്കുകയാണ്. നമ്മൾ മഹാഭാഗ്യവന്മാരാണ്. നാം അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. കാരണം തൗഹീദിന്റെ വാക്യതാക്കളായി, അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടവരായി അവനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നേടുന്നു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം വഫാത്തിന്റെ നേരത്ത് ചുമരിലേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് കരയുകയാണ്. മകൻ അബ്ദുള്ള വന്ന് ചോദിച്ചു, ഉപ്പ എന്തേ മരണമാസന്നമായ സമയമായതുകൊണ്ടോ കരയുന്നത്? അല്ല മോനെ, അതൊന്നുമില്ല. പിന്നെന്തേ? ഞാൻ എന്നെപ്പറ്റി ഓർക്കുകയായിരുന്നു. എന്തുപ്പ? ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവർത്തിച്ച, ഇസ്ലാമിനോട് കാണിച്ച എന്റെ സമീപനങ്ങളെ പറ്റി ഓർക്കുകയായിരുന്നു. റസൂലുള്ളാഹി ഇസ്ലാമുമായി വന്ന നേരത്ത് നബിയെ എനിക്ക് അങ്ങേയറ്റത്തെ വെറുപ്പായിരുന്നു. അവിടെ നിന്ന് കേൾക്കുന്നത് എനിക്ക് അറപ്പായിരുന്നു. അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന ആയത്തുകളോട് എനിക്ക് പുച്ഛവും പരിഹാസവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ എന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് എതിർത്തു. റസൂലുള്ളാഹിനെ ഞാൻ അങ്ങേയറ്റം വെറുത്തു. പക്ഷേ അല്ലാഹു തആല എന്നെ ഹിദായത്തിലാക്കി. നാം ഓരോരുത്തരും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ കൂട്ടിച്ചേർത്തി തരണമേ തമ്പുരാനെ എന്ന് നാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനന്റെ ഫലമാണ് നാം ഓരോരുത്തരും രക്ഷപ്പെട്ടത്. അംർ ഇബ്നുൽ ആസ് പറയാണ്, ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് മോനെ, ഞാനെങ്ങാനും റസൂലുള്ളാഹിനെ വിശ്വസിച്ചു, പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാള് റസൂലുള്ളാഹി, എന്റെ ജീവന് തുല്യമായി ദീനുൽ ഇസ്ലാം റസൂലുള്ളാഹിൽ നിന്ന് കേൾക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായി. ഇപ്പോൾ ഞാൻ ഓർത്ത് കരഞ്ഞു പോയത്, ഞാനെങ്ങാനും റസൂലുള്ളാഹിനെയും ദീനിനെയും വെറുത്ത അക്കാലത്തായിരുന്നു എന്റെ മരണമെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരുതുന്നത്. പണ്ഡിതന്മാരായ മഹാന്മാരെ, നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷിക്കാനുള്ള കാര്യവും അതാണ്. അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് വന്നുകൊണ്ട് ഇനി എവിടെ വെച്ച് എങ്ങനെ മരിക്കുമ്പോഴും നാം ഏറെ സന്തുഷ്ടരാകുന്നു. എന്തുകൊണ്ട്? പടച്ചവനെ, പ്രവാചകന്മാർ ഇവിടെ പഠിച്ച തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും എനിക്ക് സാധിച്ചല്ലോ നാഥ എന്ന സന്തോഷത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുന്നു എന്ന വസ്തുതയാണ്. ഇത് നമ്മുടെ ഒഴിച്ചുകൂടാത്ത കടമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, കാനത്ത് ബനൂ ഇസ്രായീല തസുസുഹുൽ അംബിയാ കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ വലാകിൻ ലാ നബിയ്യ ബഅദി. ഇസ്രായേൽ സന്തതികളെ നയിച്ചിരുന്നത്, അവർക്ക് നേതൃത്വം നൽകിയിരുന്നത്, അവരെ പഠിപ്പിക്കുകയും മാർഗദർശകമായി മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്നത് നബിമാരാണ്. ഒരു നബി മരിച്ചു പോകുമ്പോൾ മറ്റൊരു നബി അല്ലാഹു തആല സ്ഥാനത്തേക്ക് ഉയർത്തും. എന്നാൽ എനിക്ക് ശേഷം ഇനി നബിമാര് വരില്ല. റസൂലുള്ളാഹി പറയാണ്, നബിമാരുടെ ഉത്തരവാദിത്വം ആരാണ്? ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചത്. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഉത്തമ സമൂഹമാണ് നിങ്ങൾ. അങ്ങനെ ഒരു സമൂഹമായിരിക്കണം നിങ്ങൾ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്കൊക്കെ ഹൃദ്യസ്ഥമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അതെ, ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, ജനങ്ങൾക്ക് മാർഗദർശകമായി ജീവിക്കേണ്ടുന്ന ഉത്തമ സമൂഹമാണ് നിങ്ങൾ എന്നാ പറഞ്ഞത്. നമുക്കൊരു കടമയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉൾക്കൊള്ളണം, അത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളണം. അതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലായിരിക്കും. ഇവിടെ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ പിന്നിട്ട വഴികൾ ക്ഷേമമായിരുന്നു, സുഖമായിരുന്നു, ആദരണീയമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അതിലേക്ക് വരുമ്പോഴേക്ക് തന്നെ ആൾക്കാരിൽ നിന്നുമുള്ള സ്വീകാര്യത കുറഞ്ഞു, വെറുപ്പുകൾ കൂടി. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ സ്നേഹത്തിന്, അവനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷത്തിന് പ്രവാചകന്മാരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് പണിയെടുക്കേണ്ട കാര്യത്തിൽ നാം ഒരിക്കലും ഇനി പിന്നോട്ട് വന്നുകൂടാ. ഇതിനു വേണ്ടി നാം ആത്മാർത്ഥത കാണിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കാര്യം സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ അത് 100% ശരിയായിരിക്കണം. അതുപോലെ തന്നെ ആത്മാർത്ഥമായിരിക്കുകയും റസൂലുള്ളാഹിന്റെ സുന്നത്തിന് യോജിക്കുന്ന രൂപത്തിലായിരിക്കുകയും ചെയ്യാൻ നമ്മൾ നിരന്തരമായി ശ്രമിക്കേണ്ടതുണ്ട്. സമൂഹം എല്ലാ വിധത്തിലുള്ള ഉച്ചനീചത്വങ്ങളും തിന്മകളും ആധുനിക രൂപത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ ധർമ്മം കൂടുകയും അവരുടെ പ്രയാസങ്ങൾ അധികരിക്കുകയും അവർക്കെമ്പാടും ജോലി ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. പണ്ഡിതന്മാര് ശപിക്കപ്പെട്ടുകൂടാ, പണ്ഡിതന്മാര്